ഒന്ന് ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളിയോടാണ്, അത് SNDP-യോടല്ല. രണ്ടും ഞാൻ വേർതിരിച്ചു പറയുന്നത്. SNDP കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള സാമൂഹ്യമായിട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള പുരോഗതിയെക്കുറിച്ച് വാദോരാതെ സംസാരിച്ചിരുന്ന ഒരാൾ എന്നുള്ള നിലക്ക് തന്നെ അതിനെ ഒന്നുമൊക്കെ നിഷേധിക്കേണ്ട കാര്യം എനിക്കില്ല, ഞാൻ നിഷേധിക്കുകയില്ല. അതുകൊണ്ട് സംസാരിക്കുന്നത് വെള്ളാപ്പള്ളിയോടല്ല, സോറി SNDP-യോടല്ല, വെള്ളാപ്പള്ളിയോടാണ്. വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുള്ള ഒരുപാട് പരാമർശങ്ങളുണ്ട്. അതിൽ ഞാൻ അതിൻ്റെ ഒരു വസ്തുതാപരമായ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയുണ്ടായി. അതിലയാൾ പറഞ്ഞത് പിന്നെ എയ്ഡഡ് സ്കൂളടക്കം അല്ലെങ്കിൽ അൺഎയ്ഡഡ് സ്കൂൾ വരെ മലപ്പുറത്ത് SNDP-ക്ക് കൊടുത്തിട്ടില്ല എന്നാണ്. നിങ്ങൾ പത്രക്കാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഒന്ന് അന്വേഷിക്കും. മലപ്പുറം ജില്ലയിൽ ഈ പറയുന്ന വെള്ളാപ്പള്ളി ഒരു വെള്ളക്കടലാസിൽ ഒരു അപേക്ഷ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു കോളേജിന് വേണ്ടി കൊടുത്തിട്ടുണ്ടോ? രാജ്യത്തൊരു പ്രൊസീജിയർ ഉണ്ട്. നിങ്ങൾക്കും എനിക്കും നാളെ മറ്റൊരാൾക്കും കോളേജ് കിട്ടണോ, ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ വേണോ, അതല്ലെങ്കിൽ ഒരു അൺഎയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തണമോ, അതിൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സത്യത്തിൽ പിന്നെ കോഴ്സുകൾ പോലും റദ്ദ് ചെയ്യാണ് കുട്ടികളെ കിട്ടാത്തതുകൊണ്ട്. അങ്ങനെയുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സിന് അപേക്ഷ കൊടുത്തോ അല്ലെങ്കിൽ കോളേജിന് അപേക്ഷ കൊടുക്കാതെ ഇയാൾ നടത്തിയിട്ടുള്ള പ്രസ്താവന സത്യത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമല്ല, വളരെ കൃത്യമായ അജണ്ട ഹൃദയത്തിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടാണ് അയാൾ ചെയ്യുന്നത്. രണ്ടാമത് പറഞ്ഞത് ഈഴവ സമുദായത്തിന് സ്ഥാപനങ്ങളില്ലാന്ന്. സ്ഥാപനങ്ങളിലുള്ള കണക്കൊന്നും ഞാനിവിടെ പറയുന്നില്ല. പിന്നെ മലപ്പുറം ജില്ല ഒഴിച്ച് നിർത്തിയാൽ ബാക്കിയുള്ള ജില്ലകളിലൊക്കെ ഈ മലബാറിൽ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനി വെള്ളാപ്പള്ളി ശ്രദ്ധിക്കേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊസീജിയർ അനുസരിച്ച് ഒരു അപേക്ഷ കൊടുത്തിട്ട് ആരാണത് തടുക്കാൻ വരുന്നതെന്ന് അദ്ദേഹം ഒന്ന് പറയട്ടെ. പിന്നെ പറഞ്ഞതൊക്കെ വലിയ തമാശകളാണ്. എന്താ പറഞ്ഞത്, SNDP-ക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ വരെ ലീഗ് കൊടുത്തില്ല എന്നാണ്. എന്തൊരു തമാശ! അയാൾ തന്നെ പറയുന്നത് 80 വയസ്സ് കഴിഞ്ഞ് 90 ആയി എന്നൊക്കെയാണ്. അതും മാത്രമല്ല, പറയുമ്പോഴുണ്ടാവുന്ന അബദ്ധമാണ്. ലീഗിൻ്റെ പരിപാടി SNDP-ക്ക് മെമ്പർ ഉണ്ടാക്കി കൊടുക്കലാണോ? മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും ഒരു പിന്നെ കമ്മിറ്റിയിൽ ഒരു SNDP-കാരൻ ലീഗുകാരൻ പിന്നെ അനുവദിക്കുമോ? SNDP-യിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ലീഗുകാരന് കഴിയുമോ? ഇത് ലീഗ് എന്ന് പറയുന്നത് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉള്ളവരല്ലാതെ, രാഷ്ട്രീയമായി അവർ പിന്തുണക്കുന്നവരെ അല്ലാതെ ലീഗ് തുറക്കുമോ? SNDP-ക്കോ NSS-നോ അതല്ലെങ്കിൽ MES-നോ മെമ്പർമാരുണ്ടാക്കി കൊടുക്കുന്ന പണിയാണോ മുസ്ലിം ലീഗിന്? അതല്ലല്ലോ. ഇനി അതുമാത്രമല്ല, ലീഗ് SNDP-ക്കാർക്ക് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ ആരോപണം കൂടെ നിങ്ങൾ പരിശോധിക്കുക. മുസ്ലിം ലീഗ് വോട്ട് ചെയ്യുന്നത് ആർക്ക്? അത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഈഴവനോ നായരോ മുസ്ലിമോ സുന്നിയോ മുജാഹിദോ എന്നതൊക്കെ ഉണ്ടല്ലോ. ഈ വിഷയമൊക്കെ ലീഗ് പരിഗണിക്കുന്നത് രാഷ്ട്രീയമായ സഖ്യത്തിൻ്റെ പേരിലാണ്. മുസ്ലിം ലീഗിൻ്റെ മുന്നണിക്കകത്ത് വരുന്നത് ഏത് മതസമൂഹത്തിൽപ്പെട്ട ആളായാലും ആ മനുഷ്യൻ എന്ന നിലക്ക്, മുന്നണിയുടെ നേതാവ് എന്ന നിലക്ക്, ലീഡർ എന്ന നിലക്ക് ലീഗിൻ്റെ വോട്ട് ബാങ്കിലിട്ട പോലെ സേഫാണ് എന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയാറുണ്ട്. അത് മുന്നണിയുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ മുസ്ലിം ലീഗിനെ തന്നെ മത്സരിക്കാൻ പറ്റുന്നത് സയ്യിദ് ഉമർ ബാഫക്ക് തങ്ങൾ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ആയപ്പോൾ മുസ്ലിം ലീഗ് എതിർത്തല്ലോ, വോട്ട് ചെയ്തില്ലല്ലോ. അപ്പോൾ വോട്ട് ആർക്കും ചെയ്യില്ല. ചെയ്യാൻ കാര്യം എന്താണ്? അപ്പുറത്ത് നിൽക്കുന്നവർ ലീഗിൻ്റെ രാഷ്ട്രീയ ഐഡിയോളജിയുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യും. മുന്നണിയുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ വോട്ട് ചെയ്യും. അല്ലാത്തവർക്ക് എങ്ങനെ വോട്ട് ചെയ്യാം? അപ്പോൾ